തന്ന കൃപ വന്ദനീയം. തെറ്റുകുറ്റ
പക്ഷിഗണങ്ങൾ ഉണർന്നരനെ പാടി സ്തുതിക്കാം. മനമേ നിന്നെ പരമോന്നതൻ പരിപാലിക്കുന്നതിനെ നീനച്ചാൽ നീനക്കുശസിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ? മൃഗത്തെക്കാളും നിർവിചാരിയായുറങ്ങാതെന്റെ മനമേ. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നീത പാട്ടു പാടിയിടുന്നു. മനമേ നീയും ഉണർന്നീട്ടേശു പരനെ പാടി സ്തുതിക്കാം. മരത്തിൻ കൊമ്പിലിരിക്കും പക്ഷിയുരയ്ക്കും ശബ്ദമതു കേട്ടുറക്കം തെളിഞ്ഞുടനെ നിന്റെ പരനെ പാടി സ്തുതിക്കാം. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിതാ പാട്ടു പാടിയിടുന്നു. മനമേ നീയും ഉണർന്നീട്ടേശു പരനെ പാടി സ്തുതിക്കാം. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നീത പാട്ടു പാടിയിടുന്നു. മനമേ നീയും ഉണർന്നീട്ടേശു പരനെ പാടി സ്തുതിക്കാം. ഒരു വാസരമുഷസായപ്പോൾ പീലാത്തോസിന്റെ അരികെ പരനേശു താനാചം പോൽ നിന്ന നീല നീ ചിന്തിച്ചിടുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
ഈ കഴിഞ്ഞ രാത്രി മനോഹരമായിട്ട് വിശ്രമിക്കാനായിട്ട് നൽകിയ വലിയ കൃപയ്ക്ക് വേണ്ടി കർത്താവേ, ഈ മനോഹരമായ പ്രഭാതം ഞങ്ങളെ ഉണർവോടെ ഉത്സാഹത്തോടെ ദർശിക്കാനായിട്ട് നൽകിയ കൃപയ്ക്ക് വേണ്ടി നന്ദി പറയുന്നു കർത്താവേ. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, അറിയുന്നതോ അറിയാത്തതോ ആയ എത്രയോ പേര് മരണപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയിരിക്കുന്നു, രോഗാവസ്ഥയിലായിരിക്കുന്നു. പക്ഷെ ആരോഗ്യത്തോടും ഉത്സാഹത്തോടും ഈ ചൊവ്വാഴ്ച ദിനം ഈ ആലയത്തിലേക്ക് കടന്നു വരുവാനും ഈ ദിനം എൻ്റെ കർത്താവിൻ്റെ കൂടെ ആരംഭിക്കുവാനുമായിട്ട് കർത്താവ് നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. കോടിക്കണക്കിന് മക്കളുള്ള ഈ ലോകത്തിൽ നമ്മെ ചെറിയ സമൂഹമായിട്ട് തിരഞ്ഞെടുത്ത ക്രിസ്തുവിനോട് നന്ദി പറഞ്ഞ് ഈ പ്രഭാതത്തിൻ്റെ ഏറ്റവും പ്രധാന നിമിഷമാണ് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഈ രാവിലെ സമയം. ഞാൻ ഏറ്റവും ഉത്സാഹത്തോടെ ഇരിക്കുന്ന ഈ പ്രഭാതം കർത്താവെ അങ്ങേക്ക് സമർപ്പിച്ച് അങ്ങയോടുകൂടെ ഈ ദിവസം ഞങ്ങളിത് ആരംഭിക്കുന്നു. പരിശുദ്ധ തൃത്വത്താൽ നമ്മളെ തന്നെ മുദ്രണം ചെയ്ത് ഈ പ്രഭാത ധ്യാനം നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, എന്നാൽ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കണ്ണുകളടച്ച് ശാന്തമായിട്ട് ഈ അരമണിക്കൂർ സമയം നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം. മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് ശാന്തതയോടെ ഈ ദിനം എൻ്റെ ഈശോയുടെ കൂടെ നമുക്ക് ആരംഭിക്കുകയും ഈ ദിനം ആയിരിക്കുകയും ചെയ്യാം. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പല വിചാരങ്ങളെയും ഒന്ന് മാറ്റിവെച്ചേക്കുക. എല്ലാ പല വിചാരങ്ങളും, അമിതമായിട്ടുള്ള സന്തോഷം, ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് അമിതമായി സന്തോഷമുണ്ടെങ്കിൽ മാറ്റിവെക്കുക. ഏതെങ്കിലും രീതിയിലുള്ള വേദനകൾ, ആരോടെങ്കിലും പക, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ ചില വാക്കുകൾ നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് എല്ലാം ഈ അരമണിക്കൂർ സമയത്തേക്കെങ്കിലും ഹൃദയത്തിൽ നിന്ന് മാറ്റി ഞാനും എൻ്റെ ക്രിസ്തുവും മാത്രം, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട എൻ്റെ പുത്രനായ ദൈവമേ, ഈ 225 വർഷം പഴക്കമുള്ള ഈ മദ്ബഹായുടെ മുൻപിൽ അതിരാവിലെ ഞങ്ങളായിരിക്കുന്നത് അങ്ങയെ കാണാനും അങ്ങയോടുകൂടെ ആയിരിക്കാനുമാണ്.
പല വിചാരങ്ങളിലേക്ക് ഒന്ന് മാറ്റിയേ. ഏതെങ്കിലും രീതിയിലുള്ള ചിന്തകളോ ഈശോയിലേക്ക് അങ്ങ് കൊടുത്തേക്കുക. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ പ്രിയരെന്ന് വചനധാരയുടെ 391 ദിവസമാണ്. വചനധാരയുടെ 391 ദിവസമാണ്. ഇന്ന് അതിരാവിലെ പ്രഭാതം ഈശോയുടെ കൂടെ ആരംഭിക്കാനായിട്ട് പ്രാർത്ഥനയോടെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ ദിവസത്തേക്ക് വേണ്ടി അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ കർത്താവ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 21-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ തിരുവചനമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 34-ാമത്തെ തിരുവചനം. ക്രിസ്തു ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. കർത്താവിൻ്റെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇന്ന് ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത്. പലപ്പോഴും അനാവശ്യമായ കാര്യങ്ങൾക്ക് പെട്ടെന്ന് കോപം വരുന്നവരുണ്ടെങ്കിൽ, ചിന്താഭാരങ്ങൾ അനാവശ്യമായിട്ട് നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ കണ്ണുകൾ അടച്ചേക്കണം കേട്ടോ. ഏതെങ്കിലും മേഖലകളിൽ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ മനസ്സും ശരീരവും എന്നെ വിട്ട് പോകുന്ന മേഖലകൾ, എൻ്റെ കുടുംബത്തെ പ്രതി, ജോലിയെ പ്രതി, ഉപജീവനത്തെ പ്രതി, ഭക്ഷണത്തെ പ്രതി, വിനോദത്തെ പ്രതി, ഞാൻ പോലും അറിയാതെ, എനിക്ക് പോലും പിടിതരാതെ എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ, എൻ്റെ ശരീരം എന്നെ കൈവിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ മേഖലകളെ പ്രത്യേകം ഈശോയിലേക്ക് കൊടുക്കുക. കർത്താവെ, എൻ്റെ ഇണയോട്, മകനോട്, മകളോട് സൗമ്യമായിട്ട് പെരുമാറണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ജോലി മേഖലയിലെ എൻ്റെ സഹപ്രവർത്തകരോട് സൗമ്യമായിട്ട് പെരുമാറണമെന്ന് ആഗ്രഹമുണ്ട്. സാധിക്കാതെ പോകുന്നു. എല്ലാ ദിനവും കുടുംബവുമായിട്ട്
കൂട്ടുകാരുമായിട്ട് കുറച്ച് നല്ല സമയങ്ങൾ ചെലവഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മാത്രം സന്തോഷത്തിന്, സുഖത്തിനായിട്ട് സമയം കണ്ടെത്തുന്നു. ഈശോയിലേക്ക് പ്രത്യേകം കൊടുത്തേക്കണം കേട്ടോ. അമിതമായ ടെൻഷനുള്ള മക്കള്, മാനസികമായ പ്രയാസങ്ങൾ, ഒരു ചെറിയ ഒരു വിഷയം, ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേക്കും അമിതമായി അതിനെക്കുറിച്ച് ഉത്കണ്ഠ നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ കൂടെയുള്ള ക്രിസ്തുവിനെ മറന്നു പോകുകയാണ്. വ്യക്തമായിട്ട് ക്രിസ്തു പറയുന്നു ഇന്നത്തെ സന്ദേശത്തിലൂടെ, മരണം ആസന്നമായിരിക്കുന്നു. പലവിധ ചിന്തകളാൽ നീ അമിതമായി ആകുലപ്പെടുന്നുണ്ടെങ്കിൽ, അനാവശ്യമായ മേഖലകളിൽ കൂടുതൽ സമ്മർദ്ദം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, രോഗങ്ങളും മരണവും നിന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഭക്ഷണത്തെക്കുറിച്ച് വിചാരപ്പെടരുതെന്നല്ല കേട്ടോ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതിഭക്ഷണത്തെക്കുറിച്ച് വിചാരപ്പെടരുത്. വിനോദം വേണ്ടെന്നല്ല, വിശ്രമം വേണ്ടെന്നല്ല. പക്ഷെ അമിതമായി മദ്യപാനത്തിലും മറ്റ് വെറിക്കൂത്തുകളിലും നീ അകപ്പെടുന്നുണ്ടെങ്കിൽ, ഉപജീവനത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ ദിവസം പെട്ടെന്ന് കെണി പോലെ നിനക്ക് കടന്നു വരും. രോഗത്തിൻ്റെ, മരണത്തിൻ്റെ, ആകുലതകളുടെ ദിനം കെണി പോലെ നിന്നെ പിന്തുടർന്ന് പിടിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 34-ാമത്തെ തിരുവചനം. കൂടുതൽ ചിന്തകളും കർത്താവ് വെളിപ്പെടുത്തുന്ന സന്ദേശങ്ങളിലൂടെയും ഈ വചനത്തിലൂടെ നമുക്ക് ഈ ദിനം മുഴുവനായിട്ട് കടന്നു പോകാം. ചില വെളിപ്പെടുത്തലുകൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില പുതിയ ചിന്തകൾ ഈ വചനത്തെ പ്രതി കർത്താവ് ഇന്ന് നമുക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിനോട് കൂടെ ആയിരിക്കുക. തിരുവചനം ഓർമ്മയിൽ വരുമ്പോൾ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നമുക്ക് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ എടുത്ത് വായിച്ചേക്കുക. ലൂക്കോസ് 21:34. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സഹജീവികൾ, സഹപ്രവർത്തകർ, ഈ ലോകം, ഇവർക്ക് വേണ്ടി നമ്മൾ ഈ പ്രഭാതം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. കൂടുതൽ ജാഗ്രതയോടും ഏകാഗ്രതയോടും ഈശോയോട് അപേക്ഷിക്കേണ്ട സമയങ്ങൾ. ഏറ്റവും പ്രധാനമായി ഈ ദിനം നമ്മുടെ രാജ്യം മുഴുവൻ ഒരു പുതിയ നേതൃത്വത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസം. കർത്താവേ, നീതിയുള്ള ഭരണാധികാരികളെയും ന്യായാധിപന്മാരെയും ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ടും സാധാരണക്കാരുടെയും കർഷകരുടെയും ഉന്നമനത്തിനായിട്ടും പ്രവർത്തിക്കുവാൻ
രാജ്യത്തെ, ഇവിടുത്തെ ജനങ്ങളെ പുരോഗതിയിലേക്കും ഐശ്വര്യത്തിലേക്കും നടത്തുവാൻ പ്രാപ്തിയും വിവേകവും വിജ്ഞാനവുമുള്ള ഭരണാധികാരികളെ ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകം ഒന്ന് ഓർത്തേക്കണം, ഇന്ന് കലഹങ്ങളില്ലാതെ, മറ്റതിക്രമങ്ങളില്ലാതെ, പൈശാചികമായ വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ ബന്ധനങ്ങളില്ലാതെ ഈ ദിനം കടന്നു പോകാൻ, അതിലുപരി എൻ്റെ കർത്താവിനാൽ അഭിഷക്തനായി അഭിഷേകം ചെയ്യപ്പെട്ട ഒരു നേതാവിനെ ലഭിക്കാൻ ഈശോയുടെ ശക്തമായ കൃപ ഇന്ന് രാജ്യം മുഴുവൻ പരക്കട്ടെ. ഇന്ന് നടക്കുന്ന ഇലക്ഷൻ പ്രവർത്തനങ്ങൾ മറ്റൊക്കെ പ്രത്യേകം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ ഓർത്തേക്കുക. അനുഗ്രഹിച്ചേക്കണ കർത്താവേ. എല്ലാ മേഖലകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയരുന്ന് നമ്മളോട് 4 വ്യക്തികൾ, കുടുംബങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു, അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്. കുടുംബ ബന്ധത്തിൻ്റെ പവിത്രതയെ കേന്ദ്രീകരിച്ച് കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ, വിവാഹമെന്ന കൂദാശാര അനുകരണത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ, അടുപ്പങ്ങൾ ഇല്ലാതാക്കാൻ ഓരോ കുടുംബത്തെയും കാത്തുകൊള്ളണേ കർത്താവേ. ഓർത്തേക്കണം കേട്ടോ, പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുന്നൊരവസ്ഥ, മക്കളായിട്ട്, മകനായിട്ട്, മകളായിട്ട്, ഒരപ്പൻ അല്ലെങ്കിൽ ഒരമ്മ എന്ന രീതിയിലുള്ള ഒരു ബന്ധം പുലർത്താനായിട്ട് പല മാതാപിതാക്കൾക്കും സാധിക്കാതെ വരുന്ന പല കുടുംബങ്ങളും നമുക്കിടയിലുണ്ട്. കർത്താവേ, വർഷങ്ങളായിട്ട് അമ്മയോട് അപ്പനോട് മിണ്ടാതിരിക്കുന്ന മക്കളുള്ള കുടുംബങ്ങളുണ്ട്. പതിനേഴോളം വർഷമായിട്ട് അമ്മയായിട്ട് യാതൊരു വിധത്തിലുള്ള സംസാരമോ മറ്റു രീതിയിലുള്ള യാതൊരു ബന്ധമില്ലാതെ, എന്നാൽ ഒരേ ഭവനത്തിൽ താമസിക്കുന്ന മക്കള്, അമ്മ വാർദ്ധക്യത്തിലാണെങ്കിലും ചില അകൽച്ചകൾ മൂലം മക്കളിൽ നിന്ന് വേറിട്ട് തനിയെ താമസിക്കുന്ന മാതാപിതാക്കളുള്ള കുടുംബം. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും അതിഭയങ്കരമായ നാശത്തിൻ്റെ ശിഥിലതയുടെ വക്കിലാണ് പല കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളും. ഇതിനോടുകൂടെ നമ്മുടെ കുടുംബത്തെ പ്രത്യേകം സമർപ്പിക്കുക. ഏതെങ്കിലും രീതിയിലുള്ള ഇഴയടുപ്പത്തിൻ്റെ മേഖലയിലുള്ള കുറവുകൾ, അകൽച്ചകൾ, ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ കുടുംബ ജീവിതത്തിൽ സാധാരണമാണെന്ന് മനസ്സിലാക്കി ഏതെങ്കിലും രീതിയിലുള്ള അകൽച്ചകളോ വഴക്കുകളോ പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഇണകള്, ഭാര്യ, ഭർത്താവ്, മക്കള്, കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രതികാരത്തിൻ്റെ, അസൂയയുടെ, പിണക്കത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും നീങ്ങിപ്പോകട്ടെ. പ്രത്യേകിച്ച് കുടുംബ ബന്ധത്തിൻ്റെ പവിത്രതയ്ക്ക് വിരുദ്ധമായിട്ട്
ഇണകൾ മറ്റ് ബന്ധങ്ങളിൽ, തെറ്റായ ബന്ധങ്ങളിൽ പെടാതിരിക്കാനായിട്ട് കുടുംബ ബന്ധത്തിൻ്റെ വിശുദ്ധിയെ നീ പവിത്രീകരിക്കണമേ. ഈ സമയം നമ്മുടെ ഇണയെ ഒന്ന് പ്രത്യേകം ഒന്ന് സമർപ്പിക്കണം. ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയെ. കുറവുകളുണ്ട്, നല്ല വശങ്ങളുണ്ട്. ചില മേഖലകളിലെ പരാജയമാണ് അവൾ അല്ലെങ്കിൽ അവൻ. മരണപ്പെട്ടു പോയ ഇണയെ സമർപ്പിച്ച് എല്ലാ മേഖലയിലും കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകിയ ഞങ്ങളുടെ ഇണയെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ സമർപ്പിച്ച് അവരുടെ നന്മയ്ക്കായിട്ട് ഈ പ്രഭാതത്തിൽ അങ്ങയോട് അപേക്ഷിക്കുന്നു. രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകം മക്കള് നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ചില രോഗങ്ങൾ ചില കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തച്ചുടച്ച് കളയുന്ന രീതിയിലുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, രോഗത്തിൻ്റെ തീവ്രതയേക്കാൾ അതിനു വേണ്ട ചികിത്സയ്ക്ക് അല്ലെങ്കിൽ അതിനു വേണ്ട പണ സമ്പാദനത്തിന്, സാമ്പത്തിക മേഖലകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഈശോയിലേക്ക് സമർപ്പിച്ച് ഈ മേഖലകളിൽ ഈശോയുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകാൻ, കർത്താവെ കൂടുതലുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാനുള്ള വലിയൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകണേ. അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട രീതിയിൽ സഹായിക്കാൻ, നൽകാൻ, പ്രത്യേകിച്ച് രോഗികളെ അവർക്ക് അർഹിക്കുന്ന രീതിയിൽ അവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു കഴിവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ലോകം മുഴുവനും നൽകണമേ. അങ്ങ് ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകിയ ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ സമയം, സമ്പത്ത്, കഴിവുകൾ, ചില പ്രത്യേക മേഖലകളിൽ ഞങ്ങൾക്കുള്ള സ്വാധീനം, ഇവ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപയോഗപ്പെടുത്തുവാൻ, ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഹൃദയ തുറവിയെ നൽകണമേ. പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, പണം കൊണ്ട് മാത്രമാണ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട്, കരുതാനായിട്ട് കഴിയുക എന്ന. അതിനേക്കാൾ ഉപരി നമ്മുടെ ചില വാക്കുകൾ മൂലം, നമ്മുടെ സാമീപ്യം മൂലം മറ്റുള്ളവരെ കരുതാനും അവർക്ക് വേണ്ടി ചെറിയ രീതിയിലെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കും. കർത്താവ് ദാനമായിട്ട് നൽകിയ സമയം മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, രോഗി ശുശ്രൂഷയിൽ നമുക്ക് പങ്കാളികളാകാം. കർത്താവ് നൽകിയ ആരോഗ്യത്തെ ഉപയോഗിക്കുന്നതിലൂടെ, കർത്താവ് നൽകിയ ധനം മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ ഈ മേഖലയിൽ കൂടുതൽ എനിക്ക് നൽകിയ ആരോഗ്യത്തെയും സമയത്തെയും സമ്പത്തിനെയും സ്വാധീനത്തെയും വെറുതെ ഉപയോഗിക്കാതെ ദുരുപയോഗപ്പെടുത്താതിരിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും ഈശോയുടെ വലിയ കൃപ കൊണ്ട് ഈ ലോകം മുഴുവൻ നിറയട്ടെ. ഈശോയെ, ഈശോയെ, വ്യക്തിപരമായ ആവശ്യങ്ങളും പ്രാർത്ഥന ആവശ്യപ്പെട്ട മക്കളെയൊക്കെ സമർപ്പിച്ച് ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. നമ്മളിന്ന് ഓർത്ത പോലെ ഈ രാജ്യം മുഴുവൻ ഒരു പുതിയ നേതാവിനെ, ഭരണക്രമത്തെ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു ദിവസമാണ്.
കൂടുതൽ പ്രാർത്ഥനയോടെ ഇരിക്കേണ്ട ദിവസം. കലാപങ്ങൾ, അതിക്രമങ്ങൾ, മറ്റൊന്നും ഇല്ലാതിരിക്കാൻ. ഈ രാജ്യത്തിന് വേണ്ടി വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഈ ദിവസം മുഴുവൻ പ്രാർത്ഥനയോടെ ആയിരിക്കുക. നമ്മുടെ മറ്റ് ആവശ്യങ്ങൾ, ഇന്നത്തെ വഴിയാത്രകൾ, ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചില പദ്ധതികളുണ്ടാകും. ഈ ചൊവ്വാഴ്ച ദിവസം ചില പദ്ധതികളുടെ, ചില പ്ലാനിങ്ങുകൾ എനിക്കുണ്ട് കർത്താവേ. അത് സമർപ്പിച്ച് ഈശോയുടെ സാന്നിധ്യത്തോടെ ആ പദ്ധതികൾ നിറവേറ്റാനായിട്ട്. ഈശോ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്, മനസ്സ് കലുഷിതമാണെങ്കിൽ നീ എടുക്കുന്ന ഒരു തീരുമാനവും നീ സംസാരിക്കുന്ന ഒരു വാക്കുകളും നിന്നിൽ നിന്നല്ല പുറപ്പെടുന്നത്. അമിതമായ കോപം അല്ലെങ്കിൽ ഉത്കണ്ഠ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പതർച്ചയോടെ യാതൊരു വാക്കുകൾ സംസാരിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ ഇന്നേ ദിവസം നിർണ്ണയിക്കരുത്. അത്തരം മേഖലകളിൽ പിന്നെ പറയാം, അല്ലെങ്കിൽ എൻ്റെ കർത്താവിനോടുകൂടെ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കാനും വാക്കുകൾ ഉപയോഗിക്കാനും ഈ ദിനം ശ്രമിക്കുക. അമിതമായി കോപം അല്ലെങ്കിൽ ടെൻഷൻ, സമ്മർദ്ദം ഇവ ഒഴിവാക്കിക്കൊണ്ട് ശാന്തതയോടെ ആയിരിക്കുക ഈ ദിനം മുഴുവൻ. കുടുംബത്തിലെ എന്നോട് സംസാരിക്കുന്ന വ്യക്തികളോട്, ഞാൻ സംസാരിക്കുന്ന വ്യക്തികളോട് കടുപ്പിച്ചോ കോപത്തോടെയോ എന്നൊരു വാക്കുപോലും ഞാൻ സംസാരിക്കുകയില്ലെന്നും ചിന്തിക്കുകയില്ലെന്നും ഞാൻ ഇവിടെ യഥാ കർത്താവെ അങ്ങയുടെ മുൻപിൽ പ്രതിജ്ഞയെടുക്കുന്നു. വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഒരു കൂട്ടുകാരനെ പോലെ എൻ്റെ കർത്താവിനോട് പ്രത്യേകം സമർപ്പിച്ച് ഒരു മനോഹരമായ ഒരു ദിനം. അനുകൂലമായ കാലാവസ്ഥയും എല്ലാവരോടും കർത്താവെ പുഞ്ചിരിയോടെ മാത്രം സംസാരിക്കാൻ, ആരോടും ദേഷ്യപ്പെടാതിരിക്കാൻ വലിയൊരു കൃപ ഈ ദിവസം കർത്താവ് നമുക്ക് നൽകട്ടെ. എല്ലാ മേഖലകളിലും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച് ഈശോയുടെ കാവൽ മാലാഖന്മാരാൽ നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദിനമായിട്ട് മാറട്ടെ. എനിക്ക് വേണ്ടി അതിവേദനകളാൽ ആ മരക്കുരിശിൽ തൂങ്ങപ്പെട്ട എൻ്റെ ക്രിസ്തുവേ, ഞങ്ങളുടെ ചെറിയ ചെറിയ വേദനകളും ഞങ്ങളുടെ ചെറിയ ചെറിയ പരാതികളും അങ്ങയുടെ ആ വലിയ വേദനയോട് ചേർത്ത് ഞങ്ങൾ വയ്ക്കുന്നു. എൻ്റെ വേദനകളും എൻ്റെ പരാതികളും അങ്ങയുടെ അങ്ങ് അനുഭവിച്ച വേദനയെ അപേക്ഷിക്കുമ്പോൾ ഒന്നുമല്ലെന്ന തിരിച്ചറിവോടെ അങ്ങയുടെ വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനുഗ്രഹത്തിനായിട്ട് തലകളെ മടക്കാം. പ്രിയരുന്ന ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34-ാം തിരുവചനം. അമിതമായ ഭക്ഷണം, മദ്യപാനം പോലുള്ള കഴക്കദോഷങ്ങൾ, ഉപജീവനത്തെക്കുറിച്ചുള്ള സമ്മർദ്ദം, അമിതമായ ടെൻഷൻ ഒഴിവാക്കിയിരിക്കണം. ലൂക്കോസ് 21:34. അല്ലാത്ത പക്ഷം അത് നമുക്ക് തന്നെ കെണിയായിട്ട് തീരുമെന്ന് കർത്താവ് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് കർത്താവെ
ഈ പ്രഭാത ധ്യാനത്തിൽ പങ്കെടുത്ത ഈ മക്കളോടും ഇവരുടെ പ്രാർത്ഥന ആവശ്യങ്ങളോടും ഇവരുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. അനുഗ്രഹത്തിനായിട്ട് കടന്നു വരാം.